സിനിമ അണിയറ പ്രവർത്തകനായ എടപ്പാൾ സ്വദേശി ജിനീഷിന് പറയാനുള്ളത് വെടിവെപ്പിന്റെ നടുക്കുന്ന ഓർമ്മകൾ. ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ രാജസ്ഥാനിൽ സംഘർഷ സ്ഥലത്തായിരുന്നു ജിനീഷും സംഘവും സിനിമാ ചിത്രീകരണത്തിന്റെ കുടുങ്ങിയത്. നാട്ടിൽ തിരിച്ചെത്തിയ ജിനീഷ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. സിനിമ അണിയറ പ്രവർത്തകനായ ജിനീഷും സംഘവും ജോലിയെടുത്തിരുന്ന ജയ്സാൽമർ എന്ന സ്ഥലത്താണ് ഇന്ത്യ പാക് വെടിവെപ്പ് നടന്നത്. അതിർത്തി പ്രദേശമായ ഇവിടെയായിരുന്നു ജിനീഷ് അടങ്ങുന്ന കേരളത്തിലെ സിനിമാ സംഘം സെറ്റിട്ടിരുന്നത്. വർക്ക് നടന്നുവരുന്നതിനിടെയാണ് സംഘർഷാവസ്ഥ ഉണ്ടായത്. ഇതോടെ വർക്ക് നിർത്തിവെക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. വൈദ്യുതി വിച്ഛേദിക്കുകയും രാത്രിയിൽ മൊബൈൽ ഫോൺ അടക്കം ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം വരികയും സ്ഫോടന ശബ്ദവും തീഗോളങ്ങളും നേരിൽ കണ്ടനുഭവിച്ചതോടെ ഭയപ്പാടോടെയാണ് കഴിഞ്ഞുകൂടിയതെന്ന് ജിനീഷ് പറഞ്ഞു. ഞങ്ങളവിടേക്ക് 100 ദിവസം ഷൂട്ട് ആയിരുന്നു. 10 ദിവസമായി അവിടെ പോയിട്ട് 10ാമത്തെ ദിവസമാണ് ഈ സംഭവിക്കുന്നത്. രാത്രി 9 മണിക്ക് ഞങ്ങൾ വർക്കെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ സ്ഫോടനം, അതായത് ഈ ഡ്രോൺ ആക്രമണം എന്ന് പറഞ്ഞൊരു സംഭവം ആദ്യമായിട്ട് കാണണം. അപ്പോൾ ഡ്രോൺ വരുന്നത് മറ്റേ നമ്മൾ ഇന്ത്യൻ ആർമിയുടെ സാധനം പൊട്ടിക്കും. നമ്മൾ ലൈവായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുക. അത്ഭുതം പൊട്ടി പേടിച്ച് പോയി. എല്ലാവരും 10-20 പേര് ഞങ്ങൾ അവിടുന്ന് ഒരു ഗോഡൗണിൽ വർക്ക് ചെയ്തു. ഞങ്ങൾ സെറ്റ് വർക്ക് അവിടെ ആയിരുന്നു. അപ്പോൾ ഹാഫ് നിറ പടത്തിൻ്റെ ആയിരുന്നു ഷംസാ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അത് 100 പേരെ അവിടെ നിന്ന് പോയുള്ളൂ. 100-150 പേരോളുണ്ട്. അത് സംഭവം നടന്നു. അന്ന് രാത്രി തന്നെ എല്ലാവരും പാക്കപ്പായി നാട്ടിലേക്ക് ഒരാൾ പരിപാടി തുടങ്ങി. അതിർത്തി പ്രദേശമായ ഇവിടെ വെടിവെപ്പ് തുടരുന്ന സാഹചര്യത്തിലായിരുന്നു ടൂറിസ്റ്റ് ബസ് മുഖേന മുംബൈയിലെത്തി അവിടെ നിന്നും ഫ്ലൈറ്റിൽ കേരളത്തിലെത്തിയത്. 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് കേവലം 10 ദിവസമാണ് പൂർത്തിയാക്കാനായതെന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ അടുത്ത് തന്നെ വർക്ക് ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യുവാവ്. ഹാഫ് എന്ന സിനിമയുടെ സെറ്റിലെ അംഗമായിരുന്നു ജിനീഷ്. സംവിധായകൻ സംജാദും നടൻ മണിക്കുട്ടനുമടങ്ങിയ സംഘം കുടുങ്ങിയ വാർത്ത നേരത്തെ തന്നെ പ്രമുഖ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. NCV ന്യൂസ് എടപ്പാൾ.